ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഹായ്. ഗൈസ്, അപ്പോൾ ഇവിടെ നിന്നാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ എൻട്രി. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏജൻസി അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ക്യാബ് സർവീസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കുള്ള എൻട്രി ടിക്കറ്റും ഇവിടെ നിന്ന് ചെറിയൊരു ബോട്ട് സഫാരിയും അതായിരുന്നു ഞങ്ങളുടെ പാക്കേജിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന ക്യാബിലെ ഡ്രൈവർ ചേട്ടൻ തന്നെ ഇങ്ങോട്ടുള്ള ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോയ്ക്ക് ഇങ്ങനെ ആളുകൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോട്ടോയ്ക്ക് നമുക്ക് ഫ്രെയിം ചെയ്ത് തരും. പിന്നെ അതേപോലെ പെയിൻറ്റിങ്സ് ഉണ്ട്, പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സെക്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് ഷോപ്പിങ്ങിന് പറ്റുന്ന ഒരുപാട് ഐറ്റംസൊക്കെ ഈ ഒരു ഫ്രണ്ടിലായിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകാരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കയറി വരുന്ന ഈ സ്പോട്ടിൽ തന്നെ മ്യൂസിക്കും പരിപാടികളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഷോപ്പിങ്ങിനും മറ്റ് ഫുഡുകൾക്കൊക്കെ വരുന്ന എക്സ്പെൻസ് ഒക്കെ അഡീഷണൽ ആണ്. അതാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞത്. അങ്ങനെയുള്ള അഡീഷണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ തായ് ബാത്തായിട്ട് കൺവേർട്ട് ചെയ്ത് കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട്. തായ്ലാൻഡിലെ സ്പെഷ്യലായിട്ടുള്ള നല്ല പഴുത്ത മാങ്ങയുണ്ട്, അതേപോലെ ഐസ്ക്രീം ഉണ്ട്, പിന്നെ വെട്ടിവെക്കാൻ പാകത്തിന് പല സൈസിലുള്ള തോക്കുകൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ വരുന്നത്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞങ്ങളെല്ലാവരും തായ്ലൻഡ് സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു വള്ളത്തിൽ കയറി വെള്ളത്തിലൂടെ പോകാൻ പോവാണ്. മഴയോ വെയിലോ ഒന്നും കൊള്ളാത്ത രീതിയിൽ റൂഫ് ടോപ്പൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി ബോട്ടാണ് കേട്ടോ. ഒരു 4-5 പേർക്ക് ഈ ഒരു ബോട്ടിൽ പോകാൻ തോന്നണം. ഞങ്ങൾ 9 പേരുണ്ടായതുകൊണ്ടിട്ട് ഞങ്ങൾ 2 സെക്ഷനായിട്ടാണ് പോയത്. പിന്നെ എപ്പോഴും ഇങ്ങനെ ടൂറിസ്റ്റുകാർ വന്നുകൊണ്ടിരിക്കുന്ന സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുൾ ടൈം ബോട്ട് സഫാരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബോട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നേരം ഒന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരില്ല. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എതിർദിശയിൽ നിന്ന് ഒരുപാട് വിനോദസഞ്ചാരികൾ ഇതേപോലെ ബോട്ടിൽ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒഴുകി നടക്കുന്ന ഒരു മാർക്കറ്റ്. ഒരു സാധാ പുഴയിൽ മരം കൊണ്ട് അടിച്ച് തൂണുകൾ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ മരപ്പലക ഇട്ടിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിലൂടെ ബോട്ട് സഫാരിയും ചെയ്യാം. വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള ആ ഒരു മാർക്കറ്റിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കുകയും ചെയ്യാം. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലാനാണിത്. പക്ഷെ നമ്മുടെ ഈ മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ട്, അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് അറിയില്ല. അപ്പോൾ ഹാപ്പി എക്സ്പെൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ ആണത്. ടേക്ക് ഇറ്റ് ഈസി പാട്ടൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മളിപ്പോൾ ബോട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2008 ടൈമിലാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ഹാപ്പി എക്സ്പെൻസ് റിലീസാകുന്നത്. തായ്ലാൻഡിലെ വെള്ളത്തിലൂടെയുള്ള ഈ ഒരു യാത്രയായാലും അതിൻ്റെ പുറമേയുള്ള ഈ ഒരു കാഴ്ചയായാലും ഞങ്ങൾക്ക് വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. മനുഷ്യരുള്ള നടന്നു വരാടാ. എത്ര ഉള്ളടാ സ്ഥലം? അനക്കാണ്ടിന്നു അല്ല ജീൻസ് ഒക്കെ നനയും, നീന്താനൊക്കെ അറിയാം. ഇവിടെ ഈ ചെളികളൊന്നും നീന്തെന്തായാലും ഭാഗ്യം വേണ്ടിയത് ഞാൻ പാസ്പോർട്ട് മേടിച്ചത്. ഒരു കോക്കില് ജ്യൂസായി പോയി. എവിടെ ഇപ്പം വീണ്ടും വന്നു. നമ്മര് ഫോട്ടോ എടുക്കുന്ന പൈസ കൊടുക്കണോ? വേണ്ടെന്ന് പറയുന്നത് എന്താ? ജീപ്പ് വെള്ളത്തിൽ വീണതാ. എന്റെ അമ്മ പാവേനെ പോലെ ഉണ്ട്. വ്ലോഗടിക്കാനാണ്. ഹായ്.
തിരിച്ച് നടന്നു പോനോ? വൺ സൈഡ് എന്നും പറഞ്ഞിട്ടുണ്ടാവില്ലേ? മാർക്കറ്റിൻ്റെ 2 സൈഡിൽ നിന്നും മാർക്കറ്റിലേക്ക് എൻട്രി ഉണ്ട്. അത് കാരണം 2 സൈഡിൽ നിന്നും ബോട്ട് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് സൈഡിൽ നിന്ന് വന്നാലും നമുക്ക് ബോട്ട് സഫാരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ യാത്രയൊക്കെ ആസ്വദിച്ച് ഇപ്പുറത്തെ അറ്റത്തെത്തി അവിടെ നിന്ന് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ചിങ്ങ് പോരാൻ പറ്റും. 400 തായ് ബാത്ത് തൊട്ട് 1000 തായ് ബാത്ത് വരെയാണ് ഇങ്ങോട്ടുള്ള എൻട്രി ടിക്കറ്റിനും ബോട്ടിങ്ങിനും കൂടിയുള്ള ചാർജ് വരുന്നത്. ഞങ്ങളത് പാക്കേജിലെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ റേറ്റ് കുറച്ച് കിട്ടി. പകൽ ടൈമിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഭംഗിയൊക്കെ ശരിക്കും നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. എന്നിരുന്നാലും രാത്രി ആയിക്കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഒരു വൈകിട്ട് ഒരു 5 മണി 6 മണി ടൈമിലൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 2 മൂഡും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല സൈഡിൽ നിന്ന് ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് നമ്മുടെ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാനുണ്ടാവും. നമ്മൾ ഈ സഫാരി കഴിഞ്ഞ് ഇപ്പുറത്തെത്തുമ്പോൾ ആ ഒരു സൈഡിൽ ആ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. നമുക്കപ്പോൾ അത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്കത് പേയ്മെൻറ്റ് കൊടുത്തത് വാങ്ങാവുന്നതാണ്. കുറച്ച് ടൈം കൊണ്ട് തീരുന്നൊരു യാത്ര ആയിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇത് അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് തന്നെ നല്ല സമയമെടുത്തുള്ളൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്രയും അതിന് ചുറ്റിനുള്ള ഒരു കാഴ്ചകളൊക്കെ നല്ല ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റി. നമ്മൾ എത്ര പേരുണ്ട്? ഈ അമ്മച്ചി എന്തോ ഒരു മീൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നണു. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലെത്തി. മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു തട്ടുകട മോഡലൊരു സെറ്റപ്പാണ് തോന്നുന്നു. അപ്പോൾ തായ്ലൻഡ് സ്പെഷ്യൽ വിഭവങ്ങളൊക്കെയാണ് തോന്നുന്നു ഇവർ കഴിക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈസും നൂഡിൽസും അങ്ങനത്തെ ഐറ്റംസും പിന്നെ ഇവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ സംഭവങ്ങളുണ്ടാവുമല്ലോ. ഞങ്ങൾ കുറച്ച് പേര് മാർക്കറ്റിലിറങ്ങി മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു ഇറക്കുമ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ബാക്കിയുള്ളവർ ബോട്ടിലൂടെ ആ ബോട്ട് സഫാരി ആസ്വദിച്ച് നടക്കണമായിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിലും കിട്ടാറുള്ള കൂന്തലും പിന്നെ നീരാളിയൊക്കെയാണ് സീ ഫുഡ് ഐറ്റംസാണ്. പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അതേപോലെ ഇത് ഇവിടുത്തെ ദുരിയൻ ചക്കയും പിന്നെ കരിക്കൊക്കെയാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് പെഡിക്യൂറിയാണ്. കട്ട് ഫ്രൂട്ട്സ് മാംഗോ ഉണ്ട്, വാട്ടർമെലൻ ഉണ്ട്, ബനാന ഉണ്ട്, ചക്ക. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് 50 തായ് ബാത്താണ് വരുന്നത്. നാട്ടിലെ 100 രൂപ അടുത്ത് വരും. ഈ വീട് അതുപോലെ പുൽച്ചാടി ഉണ്ട്. പിന്നെ പല സൈസിലുള്ള വണ്ടും പുഴുക്കളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഏത് ഐറ്റം എത്ര ഗ്രാമാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെടുത്ത് ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി തരും. വന്നിറങ്ങിയ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വെറുതെ പണി മേടിച്ച് നോക്കണ്ടെന്ന് കരുതി ഇതൊക്കെ കഴിക്കാനുള്ള സാഹസികത്തിനൊന്നും ഞങ്ങളാരും മുതിർന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം ഗ്ലാഡ്വിൻ.